45 ദിവസത്തെ അവരുടെ ബിഗ് ബോസ് ജേർണിയിലെ സംഭവങ്ങളെല്ലാം ചുരുക്കി പറയണമെന്നതായിരുന്നു രാവിലെ ബിഗ് ബോസ് അവർക്ക് കൊടുത്ത മോർണിംഗ് ടാസ്ക്. അതിൽ ഗബ്രി സംസാരിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, സാധാരണ പറയാറുള്ളത് പോലെ ജാസ്മിനെ പൊക്കി അടിക്കുന്ന രീതിയിൽ ഗബ്രി അധികം സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ടതും പിന്നെ ട്രാൻസ്ഫോർമേറ്റീവ് ഗെയിം കളിച്ചതും അതേപോലെ പവർ മിസ്യൂസ് നടത്തിയതും പിന്നെ എല്ലാരെയും കെയർ ചെയ്യുന്നതും പിന്നെ എന്താണ് ഫുൾ സ്വന്തം കാര്യങ്ങള് സ്വന്തം നേട്ടങ്ങള് അതൊക്കെയാണ് ഗബ്രി ഫോക്കസ് ചെയ്ത് ഈ ഒരു ടാസ്കിൽ പറഞ്ഞത്. ജാസ്മിൻ എന്നൊരു ഫാക്ടർ അതിലേക്ക് അധികം കൊണ്ടുവരാതിരിക്കാൻ ഗബ്രി ശ്രദ്ധിച്ചതുപോലെ എനിക്ക് തോന്നി. ആകെ ജാസ്മിൻ ആ ഒരു കഥയിലേക്ക് വന്നത് അവരുടെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ആദ്യത്തെ ദിവസം രതീഷും നോറയും ജബ്രികളും ഉറങ്ങാതിരുന്ന് രാത്രി മൊത്തം സംസാരിച്ചു രാവിലെ ആകുന്നതിവിടെ. അതിൽ മാത്രമാണ് ജാസ്മിന്റെ പേര് ഗബ്രി കൊണ്ടുവന്നത്. അതേസമയം ജാസ്മിൻ സംസാരിക്കുന്ന സമയത്ത് പറയുന്നു, ഈ ലോകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഗബ്രി എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറഞ്ഞതാണ് മോർണിംഗ് ടാസ്കിന്റെ സമയത്ത്. ഇന്നലത്തെ പ്രോമോയിൽ കണ്ട ഇവരുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു ഫ്രിക്ഷൻ ഇന്ന് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇത് കാരണമാകാം. ജാസ്മിൻ അത് ഫീലിങ്സ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ബിഗ് ബോസ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ മുഖത്തെ ആ ഒരു വിഷമം. ഗബ്രി മനഃപൂർവ്വം ജാസ്മിന്റെ പേര് എടുക്കാതിരുന്നത് ഉറപ്പായിട്ടും ജാസ്മിന് ഫീലിങ്സ് ആയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറയാനും കാരണം ചിലപ്പോൾ അതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.